ഖലീൽ ജിബ്രാൻ്റെ ഒരു കഥയുണ്ട്. ഏകാന്തമായൊരു മലമുകളിൽ ദൈവത്തെ ആരാധിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്തിരുന്ന രണ്ട് സന്യാസിമാരുണ്ടായിരുന്നു. അവർക്ക് ആകെ സമ്പാദ്യം എന്ന് പറയാനുള്ളത് ഒരു മൺപാത്രമായിരുന്നു. അങ്ങനെ ഇരിക്കെ കൂട്ടത്തിൽ മൂത്ത സന്യാസിയുടെ ദേഹത്ത് ഒരു ദുർബോധം കയറിക്കൂടി. അദ്ദേഹം ഇളയ സന്യാസിയോട് പറഞ്ഞു, നമുക്ക് പിരിയാൻ സമയമായിരിക്കുന്നു. നമ്മുടെ കയ്യിൽ ആകെയുള്ള നമ്മുടെ ഈ സമ്പാദ്യമായ മൺപാത്രം നമുക്ക് വീതം വെക്കാം, ഭാഗം ചെയ്യാം. ഇത് കേട്ട ഇളയ സന്യാസി പറഞ്ഞു, നിങ്ങളെ വേർപിരിയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ നിങ്ങളെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. പിന്നെ നമ്മുടെ കയ്യിൽ ആകെയുള്ള ഈ മൺപാത്രം ഭാഗം ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേർക്ക് ഉപകാരപ്പെടില്ല, അതുകൊണ്ട് ഇത് നിങ്ങളെടുത്തോളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മൂത്ത സന്യാസി പറഞ്ഞു, അങ്ങനെ ആരുടെ ഔദാര്യമൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് അവകാശപ്പെട്ടത് മാത്രമേ എനിക്ക് വേണ്ടതുള്ളൂ. ഇതെന്തായാലും ഭാഗം ചെയ്തേ മതിയാവുള്ളൂ. ഇത് കേട്ടപ്പോൾ ഇളയ സന്യാസി വീണ്ടും പറഞ്ഞു, ഇത് ഭാഗം ചെയ്താൽ രണ്ടുപേർക്ക് ഉപകാരപ്പെടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് നറുക്കിടാമെന്ന് പറഞ്ഞു. ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. ഇത് കേട്ടപ്പോൾ മൂത്ത സന്യാസി വീണ്ടും പറഞ്ഞു, എനിക്ക് അവകാശപ്പെട്ടത് എൻ്റെ നീതി മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ആ ഒരു അവകാശപ്പെട്ട കാര്യം ഒരു ചാൻസിന്, ഒരു ആകസ്മികതയ്ക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. എന്തായാലും വീതം വെച്ചേ പറ്റുള്ളൂ. ഇളയ സന്യാസിക്ക് പിന്നെ കൂടുതലൊന്നും യുക്തിപരമായിട്ട് പറയാനുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം, ഇത് ഭാഗം ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മൂത്ത സന്യാസിയുടെ മറുപടി വിചിത്രമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എടാ പേടിത്തൊണ്ട ശപിക്കപ്പെട്ടവനെ, നീ ഒരു പോരിന് തയ്യാറല്ലല്ലേ, നീ എന്തിന് എത്ര പെട്ടെന്ന് ഞാൻ പറഞ്ഞതിൽ വഴങ്ങിയത് എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുപോലെ കുറേ മനുഷ്യന്മാരെ കാണാറില്ലേ, വെറുതെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അവർ പറയുന്നത് കേട്ടാൽ അതൊന്നും ഭയങ്കര ലോജിക്കാണ്, ഭയങ്കര ന്യായമാണെന്നൊക്കെ. പക്ഷെ ഒന്നും ഉണ്ടാവില്ല. വാദിക്കുക, ജയിക്കുക, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ.